അങ്കരാത്തെ ചെറിയ കാരണവർ ചിന്നേട്ടൻ, കുഞ്ഞനുണ്ണേട്ടൻ, സുന്ദരേട്ടൻ, രാജേട്ടൻ, നന്ദു, മൃദുല, ഹേമേടത്തി, അമ്മണി ചേച്ചി, ശ്രീകല, സരസൻ ചേച്ചി, ചേച്ചിബായ്, പത്മിനി, അന്നി ചേച്ചി, ചന്ദ്രികോപ്പ, ജലജ, പത്മേടത്തി, സുകന്യ, ഉഷ, ഗീത, കുട്ടേട്ടൻ, ശാരദേടത്തി, സുശീല ചേച്ചി, ഭാമിനി ചേച്ചി, ലോപാമുദ്ര, ദുർഗ, കുഞ്ഞിനി കുട്ടേട്ടൻ, കുട്ടൻ, അജു, രവീന്ദ്രേട്ടൻ, ഗോമാമ, ചന്ദ്രമ്മായി, വത്സേട്ടൻ, ശ്രീകല, അമ്മണി ചേച്ചി, നന്ദു, സരസൻ ചേച്ചി, ചേച്ചിബായ്, പപ്പി, സുജ, അന്നി ചേച്ചി, ചന്ദ്രികോപ്പ, കുഞ്ഞമ്മണി ചേച്ചി, കുട്ടൻ, വത്സേട്ടൻ, കുട്ടിയേട്ടൻ, ദേവത, രത്നചരമ്മ, ഉഷ, ഭാരതി ചേച്ചി, കിറ്റി, മാളു, ജ്യോതി, ജ്യോതിയുടെ മകൻ, അനന്യ, ജോജോ, മിന്നി, ലല്ലു, ശാലിനി, കുഞ്ഞുണ്ണിക്കുട്ടേട്ടൻ, അരുൺ, രാജീവ്. ഒരു പ്രമേയം ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പരിപാടി തുടങ്ങുകയാണ്. ഇതിന് ചെറിയൊരു രൂപരേഖ ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നു. ഒരു പ്രമേയം ചർച്ച ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അത് ചെയ്യണമെന്നുള്ളതിന് ഒരു ചുരുങ്ങിയ ഒരു സംക്ഷിപ്ത കണക്കാക്കേണ്ടതില്ല. അത് കാരണം ഒരു പുതിയ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഞാനിതൊന്ന് ശ്രമിക്കുകയാണ്. പ്രമേയം അവതരിപ്പിക്കുന്നത് താഴെ പറയുന്ന മാതിരിയായി. ഞാനാണ് അതിന്റെ മോഡറേറ്റർ. ഈ പ്രമേയം അവതരിപ്പിച്ച് ഒരു 10 മിനിറ്റോളം ആ പ്രമേയത്തിന്റെ സബ്ജക്റ്റിനെ പറ്റി കുറച്ച് വിവരണമല്ലോ. അത് കഴിഞ്ഞ് 5 മിനിറ്റ് വീതം പേനലിരിക്കുന്ന 4 പേർ അതിൽ പ്രതികരണം കൊടുക്കും. അത് കഴിഞ്ഞ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ചുരുങ്ങിയ ഒരു സംക്ഷിപ്ത വിവരണം ആദ്യം ഞാൻ ഒരു ചാറ്റ് ഷോ എന്ന് നിങ്ങൾ പലരും കണ്ടിരിക്കും, TV-യിലൊക്കെ കാണുന്ന അതുപോലെയുള്ള ഒരു ചാറ്റ് ഷോ ഓർഗനൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ നമ്മൾ കുടുംബക്കാരൊന്നിച്ച് ചേരുമ്പോൾ കുറെ പാകങ്ങളുണ്ടെങ്കിലും അത് വലിയ കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല. അത് കാരണം ഒരു പുതിയ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഞാനിതൊന്ന് ശ്രമിക്കുകയാണ്. പ്രമേയം അവതരിപ്പിക്കുന്നത്
താഴെ പറയുന്ന മാതിരിയായി. ഞാനാണ് അതിന്റെ മോഡറേറ്റർ. ഈ പ്രമേയം അവതരിപ്പിച്ച് ഇത് 10 മിനിറ്റോളം ആ പ്രമേയത്തിന്റെ സബ്ജക്റ്റിനെ പറ്റി കുറച്ച് വിവരണം നൽകും. അത് കഴിഞ്ഞ് 5 മിനിറ്റ് വീതം പേനലിരിക്കുന്ന 4 പേർ അതിൽ പ്രതികരണം കൊടുക്കും. അത് കഴിഞ്ഞ് സദസ്സിലുള്ളവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 1-2 മിനിറ്റ് വീതം ഓരോരുത്തരും അതിന് പ്രതികരണം തരും. അങ്ങനെ ഒരു 25 മിനിറ്റ്. അത് കഴിഞ്ഞ് അവസാനം ഒരു 5 മിനിറ്റ് ഞാൻ മോഡറേറ്റർ എന്ന നിലയിൽ ഈ പരിപാടിയിൽ എന്താണ് ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നതെന്ന് ഒരു സമ്മം ചെയ്ത് അല്ലെങ്കിൽ സംക്ഷിപ്തമായി ഒരു വിവരണം നൽകും. ഇതാണ് പരിപാടിയുടെ ഒരു രൂപരേഖ. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. പ്രമേയത്തിന്റെ വിഷയം ഇതിവൃത്തം ഒരു 3 ചോദ്യങ്ങളായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. നമുക്ക് ഒരു പൈതൃകം ഉണ്ടോ? പൈതൃകം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷില് ഹെറിറ്റേജ് എന്ന വാക്കിന്റെ തർജ്ജമയായിട്ടാണ് ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. അംഗരാജുകാരൻ ഈ സദസ്സിൽ നിന്ന് സമ്മേളിച്ചിരിക്കുന്നവര് അംഗരാജുകാരാണല്ലോ. അപ്പോ അവർക്ക് ഒരു പൈതൃകം ഉണ്ടോ എന്ന ഒരു ഡിസ്കഷൻ ഒരു സബ്ജക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുക. അത് കഴിഞ്ഞാൽ ആ ഒരു ഡിസ്കഷൻ എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ അയാള് ഒരു കൺക്ലൂഷൻ ചെയ്യാൻ വെച്ചെങ്കിൽ അതായിരിക്കും അവസാനത്തെ സമിക. പക്ഷെ ഉണ്ടെന്ന വഴിയാണ് ഒരു പ്രതികരണമെങ്കിൽ അതിന്റെ രണ്ടാമത്തെ ഗണം അതെന്താണ്? അത് ഒരു പ്രമേയം ഉണ്ടെങ്കിൽ അതിന്റെ ഘടകങ്ങൾ എങ്ങനെയാണ്, അതിന്റെ എലിമെന്റ്. ഈ പൈതൃകം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് ഉദ്ദേശത്തിലാണ് നമുക്ക് പൈതൃകം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത്, അതിനെപ്പറ്റി നിർവചിക്കാൻ മാതിരി സാധിക്കുന്ന മാതിരി ഒരു ഡെഫിനിറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുമോ? അതാണ് പിന്നത്തെ പ്രശ്നം. അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, ഭാവി തലമുറകൾക്ക് വേണ്ടി ഈ പൈതൃകം നിലനിർത്താൻ സ്ഥായിയായി ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ നമുക്ക് സാധ്യമാണോ? ഇതാണ് ഈ പ്രമേയത്തിന്റെ 3 ചോദ്യങ്ങൾ. പ്രമേയത്തിനെ പറ്റി ഞാൻ സംസാരിക്കുമ്പോൾ ഇതിനെപ്പറ്റി എന്റെ വിചാരം ഉണ്ടെന്നുള്ള പക്ഷത്തിലാണ് ഞാൻ ഈ മോഡറേറ്റ് ചെയ്യുന്നു, ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആള് ഇത് ഈ ഒരു വചനം ഉണ്ടോ എന്നുള്ള വിശ്വാസത്തോടുകൂടെയാണ് ഇത് ഈ അവതരിപ്പിക്കുന്നത്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ പലർക്കും അറിയാവുന്നതാണ്, ചിലർക്ക് അറിഞ്ഞില്ലാന്ന് വരും. പുതിയ തലമുറയ്ക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞില്ലാന്ന് വരും. എന്റെ അറിവ് തന്നെ വളരെ പരിമിതമാണ്. കുറെ ഞാൻ കുട്ടിക്കാലത്ത് മനസ്സിലാക്കിയുള്ള കാര്യങ്ങളും പിന്നെ കുറെ ഊഹാഭാവങ്ങളും വെച്ചുകൊണ്ടാണ് ഞാനിത് എഴുതിണ്ടാക്കിയത്. അപ്പൊ ആ ഒരു നിലയിൽ വേണം ഇതിൽ കാണാൻ. പ്രശ്നങ്ങളുണ്ടായിരിക്കും, അക്യൂറസി അല്ലെങ്കിൽ പിന്നെ എല്ലാം 100% ശരിയായിരിക്കണമെന്നില്ല. ഒരു സ്വല്പം ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു. 200 ആണ്ടുകൾക്ക് അപ്പുറം AD 1770 മധ്യ കേരളത്തിൽ മലബാർ പ്രദേശത്ത് പാലക്കാട് താലൂക്കിൽ പറളിയടുത്ത് കിണാവല്ലൂർ ദേശത്ത് നരിക്കോട്ട് എന്നറിയപ്പെടുന്ന ഒരു നായർ കുടുംബത്തിൽ ഒരു സ്ത്രീ പ്രജ ജനിച്ചു. നമുക്ക് ഏവർക്കും വന്ധ്യ മഹാമാതാവായ മുത്തശ്ശിയമ്മ. ആ മുത്തശ്ശിയമ്മയിൽ നിന്ന് തുടങ്ങിയ ആ സന്തതി ശൃംഖലയുടെ 7ാമത്തെയും 8ാമത്തെയും തലമുറകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഉള്ളവരാണ് ഈ സദസ്സിലുള്ളത് മിക്കവരും. മുത്തശ്ശിയമ്മയുടെ ആദ്യത്തെ മകൻ കൃഷ്ണമേനൻ ഈ വളർന്നു വാങ്ങി അതിലൊരു കുടുംബം കുടിവെച്ച് കൃഷിയും ഭൂമിയും ഉണ്ടാക്കി നമ്മുടെ തറവാടിന്റെ തുടക്കം കുറിച്ചു. ഏകദേശം 190 അല്ലെങ്കിൽ 200 കൊല്ലം മുമ്പ്. എന്റെ ഒരു അനുമാനമാണ്. ഇതിന് കുറച്ച്
കണക്കുകൂട്ടലിലോ അല്ലെങ്കിൽ ഞാൻ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൂടായില്ല. കൃഷ്ണമേനോന് 10 സന്തതികളുണ്ട്. അതിലൊരു കറക്ഷൻ ഉണ്ട്, 10 ഇല്ലാന്ന് തോന്നുന്നു, 8 9 ആണ് എന്റെ അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം ഞാൻ എഴുതിയതാണ്. 5 പെൺമക്കളും 5 ആൺമക്കളും. 5 പെൺമക്കളിൽ ഒരു മകൾക്ക് സന്തതി പ്രാപ്തി ഉണ്ടായില്ല. പിന്നെ 4 പെൺമക്കൾക്ക് സന്തതി പ്രാപ്തി ഉണ്ടായി. അവര് ആ 4 പേരിൽ നിന്ന് ഉത്ഭവം കൊണ്ട് ഒരു ഈ മെമ്പർമാരിവിടെ ഇരിക്കുന്നവർ മുഴുവൻ ആ 4 അമ്മമാരിൽ നിന്ന് പിന്നത്തെ തലമുറകളായിട്ട് എക്സ്പാൻഡ് ചെയ്ത് വളർന്നവരാണ്. അങ്ങനെ തറവാട് 1946 മറ്റേ ഭാഗം വെച്ച് ഫൈനൽ ഡിഗ്രി വന്നപ്പോ പ്രോപ്പർട്ടിയിലൊക്കെ ഷെഡ്യൂളുകളാക്കി തിരിച്ചപ്പോ ABCD നിന്ന് 4 ഷെഡ്യൂളായിട്ട് തിരിച്ചിരിക്കുന്നതാണ് കേൾപ്പിക്കണം. അതില് ഈ ഷെഡ്യൂൾ തിരിക്കുമ്പോ ഈ അമ്മമാരുടെ സന്തതികളുള്ള നിലയ്ക്കാണ് 4 താഴ്വഴികളായിട്ട് തിരിച്ച് സ്വത്തുകളൊക്കെ ബാധിച്ചിരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അത് ഈ അങ്കരാട്ടിന്റെ ചരിത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുക ആ ഒരു കാലഘട്ടം, അതിനെ പറ്റി ഒരു ചെറിയൊരു വിശകലനം എനിക്ക് തോന്നുന്ന പ്രകാരം ഞാൻ ഇത് പ്രസന്റ് ചെയ്യുകയാണ്. മനസ്സിന്റെ അടിത്തട്ടിൽ ഓർമ്മകളുടെ ഉറവിടങ്ങളിൽ ഉളവാകുന്ന ഒരു പ്രതീതി ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് നമ്മളെ എല്ലാവരെയും ഈ ഒത്തുചേരാൻ പ്രേരിപ്പിച്ച ഈ പ്രചോദനം. ഇതിന് വേറൊരു തരത്തിൽ പറയാൻ ഒരു ഫാമിലി ലോയൽറ്റിന്നോ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പൂർവ്വമോ എന്ന് വേണമെങ്കിൽ വിശേഷിക്കാം. ഇന്നത്തെ സ്ഥിതിവിശേഷം ഞാൻ കാണുന്ന കാഴ്ചപ്പാടിലെ ഒരു പ്രതിപാദനമാണ്. നാമം മാത്രം അവശേഷിക്കുന്ന അങ്കരാട്ട് തറവാടിലെ ഇന്നത്തെ അംഗങ്ങളാണ് നമ്മൾ. ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെ പൊതുവിൽ 3 തരത്തിൽ തിരിക്കാം. ഒന്ന്, തറവാടായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിൽ ജനിച്ച് കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ വളർന്ന് എണ്ണം കുറഞ്ഞു വരുന്ന ഒരു തലമുറ. അവരാണ് ഈ കുടുംബത്തിലെ ഇന്നത്തെ സീനിയർ മെമ്പർമാർ. രണ്ടാമത്തെ കാറ്റഗറി, കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് തറവാട്ടിൽ നിന്ന് അകലെ ജീവിച്ച് വളർന്ന 1ാമത്തെയും 2ാമത്തെയും തലമുറക്കാരാണ് മറ്റൊരു വിഭാഗം. 3ാമത്തെ വിഭാഗം സാങ്കേതികമായി പറയുമ്പോൾ അങ്കരാട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നില്ലെങ്കിലും വിവാഹം എന്നുകൊണ്ടും രക്തബന്ധം ഈ പാരമ്പര്യം ഉൾക്കൊള്ളുകയും അങ്കരാട്ടുകാരെ പോലെ തന്നെ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്യുന്ന 3ാമത്തെ വിഭാഗം. അമ്പലത്തിലെ ഈ ശ്രീകോവിൽ ശോഭിക്കുന്ന ആ ശൈലിയും അങ്കരാട്ട് കുടുംബങ്ങളുടെ മെമ്പർമാരുടെ മനസ്സിൽ നിന്നും മങ്ങാത്ത ഒരു ഭാഗ്യദൈവമാണ്. ഗജരാജൻ അല്ലെങ്കിൽ കിങ് ഓഫ് എലിഫന്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന അങ്കരാട്ടാന ഈ നൂറ്റാണ്ടിലെ 2 മുതൽ 4 ദശകങ്ങൾ വരെ മധ്യ കേരളത്തിലും അതിനപ്പുറത്തും വളരെ പ്രശസ്തി ആർജിച്ച ഒരു ഗജവീരനായിരുന്നു. അങ്കരാട്ട് തറവാടിന്റെ യശസ്സിനും പ്രൗഢിക്കും രാമചന്ദ്രൻ നൽകിയ സംഭാവന നിശ്ചലമാണ്. തറവാടിന്റെയും അങ്കരാട്ടുകാരുടെയും ഒരു പ്രധാന വ്യക്തിത്വം ഈ തറവാടിന്റെ സംഘടിത സംസ്കാര പരമ്പരയാണ്. ഒരു നൂറ്റാണ്ടിലധികം കാലം അങ്കരാട്ട് സ്ത്രീജനങ്ങൾ വൈവാഹിക ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് അന്നത്തെ കാലത്ത് സാമൂഹികവും സാംസ്കാരികവുമായ തലങ്ങളിൽ ഉയർന്ന നിലയിൽ വർദ്ധിച്ചിരുന്ന നമ്പൂതിരി തമ്പുരാക്കന്മാരായിട്ടായിരുന്നു. തൽഫലമായി ഈ ബന്ധങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച സന്തതികൾ ഒരു സംഘടിത സംസ്കാരത്തിന്റെ അവകാശികളായി മാറി. ഇന്നത്തെ തലമുറയടക്കം നമ്മുടെ എല്ലാവരുടെയും തെരുവുകളിൽ ഈ പാരമ്പര്യത്തിന്റെ വ്യക്തം ഒഴുകുന്നു. ഞാൻ ക്ഷണിക്കുകയാണ് ആദ്യത്തെ പ്രതികരണങ്ങൾക്ക് വേണ്ടി. നമുക്ക് തോന്നുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉൾവെക്കാൻ ഉപയോഗിക്കുന്നത് പൈതൃകം നമുക്കൊന്നുണ്ടോ എന്നുള്ളതാണ്. അങ്കരാസയ്ക്ക് മാത്രമായിട്ട് അല്ലെങ്കിൽ അങ്കരാസ പ്രത്യേകമായിട്ട് പൈതൃകം ഉണ്ടോന്നാണ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അങ്കരാസയ്ക്ക് തനതായ ഒരു പൈതൃകമുണ്ട്. അതിന് കാരണം വളരെ വർഷങ്ങളായിട്ട് ഈ തറവാട്
ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരുമായുള്ള വലിയ വലിയ ഇന്റലക്ച്വൽസിന്റെ ആയിട്ടുള്ള ബന്ധം നമുക്ക് വയ്ക്കാൻ സാധിച്ചു. അത് കാരണമായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിപരമായിട്ട് വികസിക്കാൻ വളരാനും കലാപരമായിട്ടൊക്കെ വികസിക്കാൻ സാധിച്ചു. അത് വളരെ ശരിയാണെങ്കിലും പിന്നെ ഉണ്ണിയെടുക്കാൻ ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഈ പൈതൃകം നിലനിർത്താൻ സാധിക്കുമോ, പൈതൃകം നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളാണ്. ഈ പൈതൃകം നിലനിർത്താൻ സാധിച്ചു എന്നുള്ള കാര്യവും വളരെ സംശയകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന സാഹചര്യം അല്ലെങ്കിൽ അന്നത്തെ അന്തരീക്ഷം അതൊക്കെ വളരെയധികം വ്യത്യാസപ്പെട്ട് നമ്മൾ വിചാരിക്കാത്ത അത്ര തന്നെ വളരെ പോയിട്ട് കഴിഞ്ഞു. മാറ്റങ്ങൾ വളരെ വേഗത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റങ്ങളൊന്നും നമുക്ക് ഇനിയുള്ള പുതിയ മാറ്റങ്ങളായിട്ട് യോജിക്കാൻ സാധിച്ചുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വെറും പഴയ പൈതൃകം എന്ന് പറഞ്ഞ് പിടിച്ചു നിന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല, സാധിക്കുമെന്നും തോന്നില്ല. പഴയ ഒരു ആനന്ദരൻ ആനയുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മുത്തശ്ശൻ ഉണ്ടായിരുന്നു. അഭിപ്രായത്തില് നമ്മുടെ തറവാട്ടിന്റെ ഒരു സ്വഭാവ വിശേഷം എന്ന് പറയുന്നതിനെ അതിനെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനിപ്പോ വൈവാഹികമായിട്ട് വന്നാലും അല്ലെങ്കിലും നമ്മൾ ആ പഴയ തലമുറയിൽ നിന്ന് പലതും ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ ഉൾക്കൊണ്ടിട്ടുള്ള ആ കാര്യങ്ങൾ അതിന്റെ സ്വഭാവങ്ങളോ സൽവിശേഷങ്ങളോ നമ്മൾ നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പ്രദാനം ചെയ്തു കൊടുക്കേണ്ട കടമ ഇന്ന് നമുക്കുണ്ട്. ആന വന്നോ ആന പോയോ അല്ലെങ്കിൽ സ്വത്ത് പോയോ എന്നുള്ള കാര്യം മാത്രമല്ല, സ്വത്ത് പലപ്പോഴും പോയി, പക്ഷേ ആ പോയത് കൊണ്ട് നമുക്ക് മറ്റു തരത്തിൽ പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. ഇന്ന് അങ്കരാത്ത് എന്ന് പറഞ്ഞ ഒരു തറവാടിന്റെ ആളുകൾ അങ്കരാത്തിന്റെ നല്ല പിടികൾ പഠിച്ചില്ല എന്നുള്ളതായിരുന്നു. ഇന്ന് പഠിത്തതിന്റെ മഹത്വം കൊണ്ട് തന്നെ പലതും നേടിയെടുക്കാൻ സാധിച്ച ഒരു അങ്കരാത്ത് വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ അങ്കരാത്തിന്റെ വയറ്റിൽ ഞാൻ മറ്റു പലതരത്തിലും പല വിധത്തിലും പല ആളുകളും ഇന്നും കൊണ്ടാടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ അത് നിലനിർത്താൻ, ആ ഒരു കാര്യം നിലനിർത്താനാണ് നമ്മൾ എന്നും ശ്രമിക്കേണ്ടത്. ഈ പറഞ്ഞ വഴി ഒരിക്കൽ ഈ കുലീനത, സ്വഭാവ സൽഗുണം, ചെറുത നെറിമയായിട്ടുള്ള ജീവിതം, ഇതെല്ലാം പലതും നമുക്ക് പണ്ടേ കിട്ടിയിട്ടുണ്ട്. പലതും നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നിലനിർത്താൻ സാധിക്കണം. അത് നിലനിർത്താനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്വത്ത് പോയത് കൊണ്ടൊന്നുമല്ല നമ്മൾ നിലനിർത്തുന്നത്. നമ്മൾ അതൊന്ന് പലതും മറ്റു ഗെയിൻ ചെയ്യും. പക്ഷെ ഈ സ്വഭാവ വിശേഷം നമ്മൾ ഒരിക്കലും നല്ല എവിടെ നിന്നും പറയാൻ പറ്റി. തറവാട് പോയതുകൊണ്ടോ സ്വത്ത് പോയതുകൊണ്ടോ മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ മാറാതിരിക്കണം. അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രമിക്കണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഗുണം നമുക്ക് ഒരുപക്ഷെ പ്രദാനം ചെയ്ത ആ ദൈവത്തെ നമ്മൾ മറക്കാതിരിക്കുക. എന്റെ കാര്യമായിട്ടുള്ള ഒരു കഥ. ഇന്ന് തറവാട് പോകുന്നു, പല ഘട്ടമുണ്ട്, കോമൺ ആയിട്ടൊരു സ്ഥലമുണ്ട്, കൂടാൻ ഇന്ന് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഇത് എന്നും കിട്ടുന്നില്ല. നാളെ ഒരാളിവിടെ വന്നു, എനിക്കറിയാം, ഒരാൾ അമേരിക്കയിൽ നിന്ന് വന്നു, നേരെ കാറ് പിടിച്ചു പാലക്കാട്ട് താമസിച്ചു, ടാക്സി പിടിച്ചു, കയറി വന്നു, പൂർവ്വത്തിന് മുമ്പ് കാറ് നിർത്തി. അമ്പലം എന്നുള്ള ആ വ്യക്തിത്വം മാത്രം, ആ ഒരു വിചാരം മാത്രം അമേരിക്കയിൽ നിന്ന് മനുഷ്യനുണ്ടായിരുന്നു. അങ്ങനത്തെ വ്യക്തിക്ക് വന്ന് തൊഴണം. പക്ഷെ അതുകൊണ്ട് തന്നെ മമത ഇല്ലാതെ വായിച്ചതിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് വായിച്ചത് എനിക്ക് തോന്നിയത്. അങ്കരാത്ത് പൈതൃകം എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ അങ്കരാത്ത് മാത്രമല്ല, ഈ തരത്തിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും ഒരു കോമൺ പൈതൃകമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പറഞ്ഞ മിക്കതും ഒരു ക്ഷേത്രം, മിക്കവാറും ഒരു സ്കൂള്, ഒരു കൂട്ടുവേല, അതുപോലെ തന്നെ കോമണായിട്ടുള്ള കുളം, ഇതുപോലെ പല കാര്യങ്ങളും എല്ലാ വലിയ തറവാടുകളിലും ഉണ്ടാവും. അതിനൊക്കെ പുറമെ കേരളത്തിലാകുമ്പോൾ രണ്ട് പ്രത്യേകതയും കൂടിയുണ്ട്. ഒന്ന് നെടുമക്കത്തായി എന്നുള്ളതും പിന്നെ ജോയിന്റ് ഫാമിലി സിസ്റ്റം എന്നുള്ളത്. ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റം നിലനിന്നതിന്റെ പാട്ടഭൂമിയും ജന്മിയൊക്കെ ഉണ്ടാണ്. അത് നല്ല നിലയ്ക്ക് നിലനിന്നത്. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ ഈ പൈതൃകം തന്നെ ഇല്ലാണ്ടാവാനുള്ള ചാൻസ് ധാരാളമുണ്ട്. അതിന് പുറമെ പ്രാക്ടിക്കലായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടി ആലോചിക്കുന്ന മാറ്റത്തിൽ ഈ പെട്ടെന്നുള്ള ഈ മാറ്റത്തില് ഒരാൾക്കാർ നന്നായിട്ടുണ്ട്,
ചില ആൾക്കാർക്ക് വളരെയധികം മോശമായിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മാത്രം കാര്യമില്ല, ഇതുപോലെയുള്ള പല കുടുംബങ്ങളിലെയും പല കേട്ടോന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ അമ്പലം നന്നാക്കി എടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണെങ്കിലും അവിടെ മാത്രം നിൽക്കരുത്. അമ്പലത്തിനോട് ബന്ധപ്പെട്ട മനുഷ്യരുണ്ട്, മനുഷ്യരിലേക്ക് അമ്പലില്ല. അപ്പൊ അവരുടെ കാര്യം കൂടി, കുടുംബാംഗങ്ങളുടെ കാര്യം കൂടിയും മനസ്സിലെടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരുടെ പ്രോജക്റ്റ് തയ്യാറാക്കി അത് നിലനിർത്തിയാൽ മാത്രമേ ഇത് തുടർന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം. പ്രമേയത്തില് 3 പോയിന്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് പൈതൃകം ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ ഘടകങ്ങൾ ഏവയാണ്, ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ പൈതൃകം നിലനിർത്താൻ സ്ഥായിയായ ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധ്യമാണ്. 4 പേര് സംസാരിച്ചു, മോഡറേറ്റർ അടക്കം 4 പേര് പറഞ്ഞു. എല്ലാവർക്കും പൈതൃകം ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയൊരു സംശയമില്ല. പൈതൃകം ഉണ്ട്, ഉണ്ടെങ്കിൽ അതിന്റെ ഘടകങ്ങൾ ഏവയാണ്. എനിക്ക് അതിനെ പറ്റിയൊന്നും പറയാൻ കാര്യമായിട്ട് അറിയില്ല. അതിന്റെ ഘടകങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഭാവി തലമുറയ്ക്ക് കയറ്റുന്നതിന് ശേഷം രണ്ടാമത് വരുന്ന കയറ്റുന്നതാണത്. അതിന്റെ ഇടയ്ക്ക് ഈ അന്തരാത്തിന്റെ ചേട്ടൻ പറഞ്ഞ മാതിരി 4 സെന്റ് സ്ഥലം വാങ്ങാൻ, അതിൽ ഒരു ചെറിയ വീടുണ്ടാക്കുക, അതിൽ താമസിക്കുക, എല്ലാവർക്കും വരുന്നവർക്ക് സൗകര്യത്തിനെല്ലാം ചെയ്യാതെ പറയുന്നത്. ഒരു കോട്ട വാതിൽ മാതിരിയുള്ള ഒരു വാതിൽ മുതൽക്ക് അങ്ങേ തലയിലുള്ള ഒരു വേലി വരെയുള്ള സ്ഥലം അന്തരാത്ത മെമ്പർമാർക്ക് വേണ്ടി കിടക്കുന്നു. അത് വാങ്ങിച്ചു പോയിട്ട് കുറെ മറ്റുള്ളവർ വിളിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ അത് വിൽക്കുകയാണെങ്കിൽ ഇത്ര എടുക്കുകയാണെന്നുണ്ട്. ഒരു ദിവസം എനിക്കിപ്പോൾ പഠിക്കാൻ മുമ്പ് പലരും കഴിഞ്ഞ ഗെറ്റുഗതറിന് മുമ്പ് വരെ അറിഞ്ഞിരുന്നില്ല. ഞാൻ ഓഫീസിലിരിക്കുമ്പോൾ ഒരു കേസിന്റെ ആവശ്യത്തിനൊരു ആള് ഓഫീസിൽ വന്നു. അപ്പോൾ പാർട്ടിയുടെ കൂട്ട് കൊടുക്കണം എന്നുള്ള നിലയ്ക്കാണ് സംസാരിച്ചു. പറഞ്ഞിട്ട് എന്റെ അച്ഛൻ അങ്കരാത്തയാണ്. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പൊ നമുക്ക് ഈ ഭഗവാന്റെ പടമൊക്കെ കാണുമ്പോൾ, സിനിമകളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു നടന്നുകൊണ്ടിരിക്കുന്നു. ഭാവി മുടങ്ങാതെ നോക്കുന്ന നമ്മുടെ മെമ്പേഴ്സും മറ്റു ഇവിടെ അസംബ്ലി ചെയ്തിരിക്കുന്ന ആളുകളും ഇത് മുടങ്ങാതിരിക്കാനുള്ള മാർഗം നോക്കാനുള്ളത്, തുറന്ന് നടന്നു പോകാനുള്ള മാർഗം ശ്രദ്ധാവുന്ന എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യം ആരായാലും ചിന്തിക്കേണ്ടതാണ്. അതിൽ നമ്മുടെ യുവ തലമുറയുടെ പ്രതികരണം ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഒരു ജുഡീഷ്യൽ തിങ്കിങ് അതിലുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ സമ്മതിച്ചു കൊടുക്കുക. കാരണം ഉള്ളതൊന്ന് നിലനിർത്തുകയല്ലേ അഭികാമ്യം, പുത്തനായിട്ടൊന്ന് തുടങ്ങുന്നതിനേക്കാൾ എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു ജുഡീഷ്യൽ തിങ്കിങ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ശരിയാണ്. പക്ഷേ പ്രായോഗികമായിട്ട് അതിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അത്ര വലിയ ഒരു ഭാരിച്ച കെട്ടിടം മാലിന്യേച്ചി വിഭാവനം ചെയ്യുന്ന ദേവസ്വത്തിന്റെയോ അല്ലെങ്കിൽ തമ്പുരാൻ വിശേഷിപ്പിച്ച ദേവസ്വത്തിന്റെ അപ്പുറത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസ് എന്നുള്ള നിലയ്ക്കോ നമ്മളൊരു രൂപം കൊടുക്കുകയാണെങ്കിൽ ഉദ്ദേശിച്ച സംഖ്യയില് ഒതുങ്ങി നിൽക്കാവുന്ന ഒരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വക്കീലുകളുടെ തിങ്കിങ് വളരെ ജുഡീഷ്യൽ തിങ്കിങ് ആണ്. പക്ഷെ അതേ സമയത്ത് അതിന് പ്രായോഗികമായ ഒരു നിറം കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഉണ്ണിപ്പിടുക്കന്റെ ആ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഉണ്ണിപ്പിടുക്കൻ വിഭാവനം ചെയ്യുന്നത് ഒരു തലമുറ എന്നുള്ളത് 30 കൊല്ലാണോ 20 കൊല്ലമാണോ എന്നുള്ള സങ്കല്പത്തിലായിരിക്കും. ഉണ്ണിപ്പിടുക്കന്റെ ചരിത്രം 190-നും 210-നും ഇടയിലാണ് ഉണ്ണിപ്പിടുക്കന്റെ സങ്കല്പം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജനറേഷൻ എന്നുള്ള നിലയ്ക്ക് അത് വ്യത്യസ്ത അഭിപ്രായമാണ്. ഒരു ജനറേഷൻ 20 എന്ന് പറഞ്ഞാൽ ഒരു ജനറേഷൻ എന്നൊരു വിഭാഗമുണ്ട്. ചിന്തിക്കാറുള്ളത് ഇന്ന് തലമുറകൾ, പ്രത്യേകിച്ച് യുവതലമുറകൾ പോലും ആഫ്റ്റർ മണിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പണത്തിന്റെ പിന്നാലെ, ബാക്കി ഓരോ ക്വാളിറ്റിക്കും അല്ലെങ്കിൽ ഒരു സ്വഭാവ നൈപുണ്യത്തിനും വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ അറിവിൽ
അങ്കരാത്തുമായി ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ അങ്കരാത്ത് ജനിച്ചവരോ 100% തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. യാത്ര നൽകി പോകുന്ന ആളുകൾ ഇല്ല എന്ന് പറയാം. എന്താണ് ഞാൻ ഈ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചതും പറഞ്ഞതും ഒക്കെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു മാതാമഹി എന്ന് പറയുന്ന മുത്തശ്ശിയമ്മ ഉണ്ടായിരുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്നതാണ് ഞാൻ. അപ്പൊ കുഞ്ഞുകാലം പറഞ്ഞിരുന്നു നമ്മളുടെ അങ്കരാത്തുള്ളവരുടെ സ്ഥാനപ്പേരുകളെ കുറിച്ച്. അപ്പൊ എനിക്ക് അതുകൊണ്ടാണ് കൊച്ചി മഹാരാജാവിന്റെ 3 സ്ഥാനപ്പേരാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് അനന്തകുമരൻ, ഒന്ന് മേനോൻ, ഒന്ന് മന്നാരി നായർ. ഇതിൽ നിന്ന് അമ്മയുടെ ഉണ്ടായിരുന്ന കാരണങ്ങൾ തെരഞ്ഞെടുത്ത പേരാണ് മന്നാരി നായർ എന്നുള്ളത്. പിന്നെ എനിക്ക് പറയാൻ മറ്റൊരു കാര്യം, നമ്മുടെ മാതാമഹിയെ പറ്റി തന്നെയാണ് മുത്തശ്ശിയമ്മ. ഇപ്പൊ അവിടെ ഒരു അനാഥായിട്ടുള്ള ഒരു സ്ഥലത്ത് കിടക്കാണ്. ആ സ്ഥലമൊക്കെ ചുറ്റുമുള്ള സ്ഥലമൊക്കെ വിട്ടുപോയി കഴിഞ്ഞു. അപ്പൊ അവിടെ ആരും വിളക്ക് വയ്ക്കാൻ പോലും ഇല്ലാത്തതാണ്. ദയവ് ചെയ്ത് അങ്കരാത്ത മേളന്മാരുണ്ടായിട്ട് എന്തെങ്കിലും ഒരു പാടാക്കി തന്നാൽ അപേക്ഷിക്കുന്നു. നിലനിർത്താൻ ഞാൻ വിചാരിക്കുന്നത് സ്ത്രീകളാണ്. കുട്ടികൾക്ക് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ ഈ വൈദ്യുതം കൊടുക്കേണ്ടത് നമ്മുടെ വിനയം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ആ പണ്ടുള്ള ഇത് വലിയ കേരളത്തിൽ അത് തന്നെ ആരുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറയില്ല. നമ്മുടെ ആൾക്കാർ ഇത്ര കേരളന്മാരായിരുന്നു. അങ്ങനെയൊക്കെ പേര് വെച്ചിട്ടില്ല. ആ പേര് നിങ്ങൾ കളയരുത്. ഇപ്പോഴത്തെ ചെറിയ തലമുറക്കാരും പറയാനുള്ളതാണ്. നിങ്ങൾ ആ പണ്ട് പോയിട്ടുള്ള ആ നമ്മുടെ എഴുത്തും ഇതൊക്കെ ഇപ്പൊ നമുക്ക് അങ്കരാത്തം എന്ന് പറഞ്ഞാൽ പണ്ട് എല്ലാവർക്കും കേരളത്തിലെന്നല്ല പലർക്കും ഒക്കെ അറിയും. ഇപ്പൊ നടിപെല്ലാവരും കൂടെ അറിയില്ല അങ്കരാത്തം എന്ന് പറഞ്ഞാൽ. ആ പോയി കുറേ ഇത് സമ്പത്തുണ്ടാകാനല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പൈതൃകമായിട്ടുള്ള സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ കുട്ടിയെ വരാതെ ചേനായിട്ടുള്ള കുട്ടി അല്ലെങ്കിൽ ഈ സ്വഭാവം ഇത് ഏതെങ്കിലും വരാതെ മറ്റേത് അതാണല്ല അതും വരാതെ. അപ്പൊ 4 പേര് പോയി പേര് അത് ചെറിയ ജനറേഷനാണ് വേണ്ടത്. അത് ഉണ്ടാക്കി കൊടുക്കാൻ അമ്മമാര് സ്ത്രീകളാണ് തീർച്ചയായിട്ടും അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ പോയ പേരും നമ്മുടെ ഏകത്തും ആ 4 പേർക്കുണ്ടായിരുന്ന ബഹുമാനം അത് ചെറിയ ജനറേഷൻ കളയാതെ നോക്കണം. അവര് കാരണം നമ്മുടെ പേര് കുറെ ബഹുമാനിച്ച് നടക്കും. ഇപ്പൊ പേരില്ലാതെ ആ പേര് ഇനി ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴത്തെ ജനറേഷൻകാരെ പഠിത്തം കൊണ്ടും വിനയം കൊണ്ടും സ്ഥാനം കൊണ്ടും എല്ലാം ഉണ്ടാക്കി തീർത്തിട്ട് ഇനി അങ്കരാത്ത അങ്ങനെ ആ പണ്ടത്തെ നിലയിൽ തന്നെ അങ്കരാത്തമെന്ന് പറഞ്ഞാൽ 4 പേര് തല ഉണ്ടാക്കണം. അതെങ്ങനെയൊരു അപേക്ഷയുണ്ട്. ഇപ്പൊ വയസ്സായ ഞാൻ പറഞ്ഞൊരു കാര്യമില്ല, ചെറുപ്പക്കാരെ ശ്രമിക്കാൻ പറ്റും. പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാല്ല കുട്ടികളെ പറഞ്ഞു കൊടുത്താൽ കേൾക്കണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിഷമകാല പേര് അദ്ദേഹത്തിനെ അല്ല മാറ്റരുത്. ദിവസം ഒരു നേരം രാത്രി ചെയ്യും അല്ലെങ്കിൽ സന്ധ്യയ്ക്കും അദ്ദേഹത്തിനെ മറക്കരുത്. അപ്പൊ അദ്ദേഹത്തിനും തോന്നും അതുപോലെ അങ്ങനത്തെയായിരുന്നു. പിന്നെ നമ്മളൊക്കെ ഇപ്പൊ മിക്കവാറും വാല് മൂത്ത ആൾക്കാരാണ്. മണ്ണടിയിലില്ല, നെയ്തേരില്ല, ഒന്നുമില്ല. പക്ഷെ ഈ കാലം നോക്കിയാൽ അയ്യേന്നുള്ള ഒരു സാധനമാണ് അങ്ങനാത്തെ. പലരും ഇപ്പൊ അച്ഛന്റെ പേരാ. യോജിപ്പോടെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവിടെ ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് വളരെ ആവേശത്തോടെ സംസാരിച്ച ശ്രീ ഉണ്ണിമണിക്കേട്ടൻ തന്നെ മറന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. പഴയ അങ്കരാത്തിന്റെ മഹിമ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അങ്കരാത്ത് എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന ഉണ്ണിമണിക്കേട്ടൻ എന്തുകൊണ്ട് ഇന്നത്തെ തലമുറയെന്ന് ഡോക്ടർ മാലവി പറഞ്ഞതുപോലെ അവരെ ഇന്ന് അങ്കരാത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അഭിമാനമാണ് അവരെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ നിരവധി ആൾക്കാർ പഴയ തലമുറ നാം കാണാത്ത തലമുറ ഉള്ളതിനേക്കാൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ യശസ് നൽകിയ ഒരു പുതിയ തലമുറ നമുക്കുണ്ട്. അത് നാം ഒരിക്കലും മറക്കരുത്. അല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നാഗേപ്പുള്ളിയെ ജയിക്കാൻ ഒരു അങ്കരാത്തുകാരനെ വിളിച്ചു കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ള കാര്യം നാം മറക്കരുത്. അത് സത്യമാണ്. എനിക്കറിയാൻ പറ്റാത്ത 1-2 കാര്യങ്ങൾ. ഇന്നത്തെ പുതിയ വ്യവസ്ഥിതി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പുതിയ വ്യവസ്ഥിതിക്ക് പ്രമുഖരായ ആൾക്കാരുണ്ട്. നമ്മൾ നമ്മുടെ ശക്തി എന്തിനാ കുറയ്ക്കുന്നത്? അവര് പറഞ്ഞ പോലെ മാറ്റി പറഞ്ഞതുപോലെ നമ്മുടെ ആൾക്കാരെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. വലിയ ആൾക്കാർ ഈ തറവാട്ടിലുണ്ട്. പഴയ ആൾക്കാരെ നമ്മൾ എന്തിനാ തേടിപ്പോരുന്നത്? പഴയ ആൾക്കാരുടെ ആ പാരമ്പര്യം ഒരുപക്ഷെ നമുക്ക് പഴയ ജന്മിത്തം നഷ്ടപ്പെട്ടെന്ന് ചോദിച്ച് ബാക്കിയുള്ള ഒരു ശക്തിയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല.
ശക്തി ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ശക്തി നമുക്ക് കൂടിയിട്ടേ ഉള്ളൂ. സൗഹൃദം പുലർത്തുവാനും വേണ്ടിയാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. ഇത് ഒരു നല്ലൊരു അവസരമാണ്. ഇത് അമ്പലത്തിന്റെ പേരിലാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത് എങ്കിലും ഈ ഉത്സവം പ്രമാണിച്ച് അതോടുകൂടിയിട്ട് പലരും ഈ അമ്പലത്തിന്റെ ശേഷം വിശ്വാസവും കൊണ്ട് നമ്മൾ വന്ന് കൂടുന്നതാണ്. ആ സമയത്ത് എല്ലാവരും ഒത്തുചേരാനും സൗഹൃദങ്ങൾ പുതുക്കുവാനും നമുക്ക് സഹായിച്ചിട്ടുണ്ട് ഈ രണ്ട് ഗെറ്റുഗെതറുകൾ. പക്ഷേ ഈ ഗെറ്റുഗെതർ എപ്പോഴും നടത്താൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നടത്തുന്നതിനും ബുദ്ധിമുട്ടുകളുണ്ട്, വന്നു ചേരുന്നതിനും എല്ലാവർക്കും മോഹമുണ്ടെങ്കിലും വന്നു ചേരുന്നതിനും ബുദ്ധിമുട്ടുകളുണ്ട്. അത് വിചാരിച്ചിട്ട് നമ്മൾ ഇത് വേണ്ടായെന്ന് വരരുത്, വേണ്ടായെന്ന് അങ്ങനെ വിചാരിക്കുമായിട്ട് ഈ സൗഹൃദം നിലനിർത്താൻ വേണ്ടി നമ്മളെല്ലാവരും ഏതെങ്കിലും അവസരങ്ങളിൽ ഒരുമിച്ച് ചേരേണ്ടതാണ്. ഇപ്പോ ഉത്സവം പ്രമാണിച്ച് നമ്മളിവിടെ എല്ലാവരും വരുന്നിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. ഇത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇത്രയും ആൾക്കാരെന്ന് ഒന്ന് ഇവിടെ കൂടി. പക്ഷേ വേറൊരു ദിവസങ്ങളാണെങ്കിലും വെക്കേഷൻ അല്ലാത്ത സമയത്താണെങ്കിലും ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് കൂടിയായിരുന്നു. അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല, ബുദ്ധിമുട്ടില്ല. കാരണം വേണമെന്ന് വിചാരിച്ചാലും സാധിക്കാതെ വരും. അതുകൊണ്ട് എനിക്ക് ഒരു സജഷൻ പറയാനുണ്ട്. ഈ സൗഹൃദം നിലനിർത്താനും തമ്മിൽ അറിയാനും അവരോരുത്തരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രേയസുകളും അറിയാനും വേണ്ടി നമ്മളിങ്ങനെ ഒത്തുചേരുന്നത് നല്ലതാണ്. ഉത്സവകാലത്ത് വന്ന് ഒരു ഗെറ്റുഗെതറിന് എല്ലാവർക്കും പങ്കുകൊള്ളാനോ പങ്കുചേരാനോ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ് എന്നുള്ള നിലയ്ക്കെങ്കിലും നമുക്ക് വേറെ ഒന്നും കൂടി ചിന്തിച്ചുകൂടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടുത്തെ പ്രതിഷ്ഠാദിനം എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദിവസമാണ് അമ്പലത്തിൽ പ്രതിഷ്ഠാദിനം എന്ന് പറയുന്നത്. അത് മെയ് മാസത്തിലാണ് പ്രതിഷ്ഠാദിനം ഉണ്ടാകുന്നത്. പക്ഷേ വലിയ കേവമായിട്ട് ഒരു പരിപാടികളോ അതങ്ങനെ ഒന്നും ഇവിടെ അമ്പലത്തിൽ നടത്താറില്ല. ഈ മെയ് മാസം എന്നുള്ള ഒരു പ്രത്യേകത കൊണ്ട് പലർക്കും പ്രതിഷ്ഠാ ദിനത്തില് അമ്പലത്തിൽ വരണമെന്നുണ്ടെങ്കിലോ അമ്പലത്തിന്റെ എന്തെങ്കിലും ചടങ്ങുകളിൽ പങ്കുകൊള്ളണമെന്നുണ്ടെങ്കിലോ സാധിച്ചു എന്ന് പറഞ്ഞേക്കാം. അന്യദിക്കലും അന്യദേശങ്ങളിലും താമസിക്കുന്നവരെ എല്ലാവരും നാട്ടിൽ വന്നിരുന്നെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തോന്നുക എന്നുള്ള ഒരു പതിവ് പഴയാണ്. അതുപോലെ അങ്കനാട്ടുള്ള കുടുംബത്തിലും അങ്കനാട്ട് കുടുംബത്തോട് കൂടിയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്കും അങ്കരാട്ട് വരാനും അങ്കരാട്ട് അമ്പലത്തിൽ ഭഗവാനെ സേവിക്കുവാനും ഒരു സന്ദർഭം ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിച്ചു എന്ന് വരും. എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് പോവുക, അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു. പിന്നെ രണ്ടാമത് വേറെ ഒരു ചെറിയ ഒരു ഇതും കൂടിയിട്ട് സംഘടിപ്പിക്കാൻ ആലോചിച്ചില്ല. 3 കുട്ടികളുടെ ഒരു രജിസ്റ്റർ 3 ടേബിളിൽ വെച്ചിട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളവരുടെ പേരും മേൽവിലാസവും അതൊന്ന് എഴുതി കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ഗെറ്റുഗെതർ കഴിഞ്ഞ് ഈ ഗെറ്റുഗെതറിന് വേണ്ടിയിട്ട് എഴുതായിരിക്കുമ്പോഴുമൊക്കെ ശരിയായിട്ടുള്ള മേൽവിലാസമില്ലാത്ത കാരണം കൊണ്ട് ചിലർക്ക് എഴുത്ത് കിട്ടിയില്ല എന്നുള്ള ചില പരാതികളോ അല്ലെങ്കിൽ ചില സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അതിന് പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നത് സഹായിക്കുക. ഒരു ചെറിയ സജഷൻ, വരുന്നവരെ അവരുടെ അഡ്രസ് മാത്രം കൊടുത്താൽ പോരാ, അവരുടെ മക്കളൊക്കെ എവിടെയാണെന്നുള്ള അഡ്രസ്സും കൂടെ ഒന്ന് കൊടുത്തുകൊള്ളാം. തീർച്ചയായിട്ടും എത്രയും വിപുലമായി മെമ്പർമാരുടെ എത്രത്തോളം ഡീറ്റെയിൽസ് കഴിഞ്ഞായിരിക്കും അത് ചെയ്യുക. അത് വളരെ ഒരു പോസിറ്റീവ് റിയാക്ഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനിയുള്ള പ്രോഗ്രാംസ് ഇന്ന് വൈകുന്നേരം രാത്രി 10 മണിക്കായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഈ സഭ പിരിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇതുകൊണ്ട് എന്തെങ്കിലും ചില മെച്ചങ്ങളോ അല്ലെങ്കിൽ ചില Ready? 1, 2, 3.
താളിനത്തുണ്ട് അതുകൊണ്ട് Good.
അരുൺ